بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آله حق قدره ومقداره العظيم إن شاء الله. ഇന്ന് നമ്മൾ പറയുന്നത് ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ അവർക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്ന 10 അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ്. ഒരാൾ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഈ 10 അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലാദ്യത്തേത് അദ്ദേഹത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറപ്പെടും എന്നുള്ളതാണ്. അത് ചെറിയ ആഗ്രഹങ്ങളാവട്ടെ വലിയ ആഗ്രഹങ്ങളാവട്ടെ, അദ്ദേഹം ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ഒരാളാണെങ്കിൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കും. ഇത് ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവർ ഈമാനിലായിട്ടേ മരണപ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടേ അവരെന്ത് ചെയ്യുള്ളൂ, മരണപ്പെടും എന്നുള്ളത്. ഇത് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക്, ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ചില മഹത്തുക്കളൊക്കെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഒരാൾ ജീവിതത്തിൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളായിരുന്നു, പക്ഷേ ജീവിതത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് വെച്ചിട്ട് അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തായി, അദ്ദേഹം വേറൊരു ആശയത്തിലായിപ്പോയി. അങ്ങനെയുള്ള ആളാണെങ്കിൽ പോലും മരിക്കുന്ന സമയത്ത് അദ്ദേഹം ചൊല്ലിയ സ്വലാത്തുകൾ വന്നിട്ട് അദ്ദേഹത്തെ ഈമാനിലേക്ക് മാറ്റും എന്നുവരെ മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലിയ ആളുകൾ അവർ ഈമാനിലായിട്ടേ മരണപ്പെടും. മൂന്നാമത്തെ അനുഗ്രഹം, ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കും. സ്വപ്നത്തിൽ അല്ലെങ്കിൽ ഉണർവിലോ എന്തായിട്ടും എന്ത് ചെയ്യും, അവർ ദർശിക്കും ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ. അപ്പം ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്, പക്ഷേ എന്നിട്ടും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ അല്ലെങ്കിൽ ഉണർവിൽ തന്നെ കാണുന്നതിനെ തൊട്ട് നമ്മളെ തടയുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. അത് നമ്മൾ ചെയ്യുന്ന തെറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കടപ്പാടുകളിൽ നമ്മൾ വരുത്തുന്ന വീഴ്ചകളായിരിക്കാം. അങ്ങനെ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. അപ്പം ഒരാൾ സ്വലാത്ത് ചൊല്ലുന്നതിനനുസരിച്ചിട്ട്, ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്നതിനനുസരിച്ചിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അദ്ദേഹം കൂടുതൽ എന്ത് ചെയ്യും, ശരീഅത്ത് അനുസരിച്ചിട്ട് നടക്കും. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ പരമാവധി അനുവാദനം ചെയ്യും. അങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നതിനനുസരിച്ചിട്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഹൃദയം ശുദ്ധിയാക്കപ്പെടും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുകയും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ അല്ലെങ്കിൽ ഉണർവിലൊക്കെ കാണാനുള്ള ഭാഗ്യം ലഭിക്കുകയൊക്കെ ചെയ്യും. മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടിയിട്ട് മഹത്തുക്കൾ പല മെത്തേഡുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അതൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ടാവും നമ്മൾ. എന്നിട്ട് നമ്മൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ മഹാന്മാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള മാർഗങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങളുടെ അരികിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്ത കാരണത്താലാണ് നമുക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റാഞ്ഞത്. അപ്പോൾ ആ ഒരു വിഷയം നമ്മൾ എന്ത് ചെയ്യുക, പ്രത്യേകം മനസ്സിലാക്കുക. നമ്മുടെ ഹൃദയത്തിൻ്റെ, നമ്മുടെ ആത്മാവിൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റാത്തത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധിയാവുകയും നമുക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുകയും എന്നാൽ തെറ്റുകളിൽ നിലനിൽക്കുകയും ചെയ്തിട്ടുള്ള പല ആളുകളും അവർക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം ലഭിച്ചതായിട്ടൊക്കെ നമുക്ക് കാണാം. അങ്ങനെ അവർ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടതിൻ്റെ ശേഷം അവരുടെ ജീവിതം ആകെ മാറുകയും അവർ നല്ല രൂപത്തിൽ ജീവിക്കാൻ തുടങ്ങിയ ചരിത്രങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടില്ല എന്നെന്ത് ചെയ്യരുത്, ഒരാളും പരാതി പറയരുത്. നമ്മളെന്ത് ചെയ്യുക, നമ്മളെ പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കൂടുതൽ നമ്മൾ പറയാം. അവിടുത്തെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഒരു ദിനം വരും, അന്ന് നമ്മൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ എന്തായിട്ടും നമ്മൾ കാണും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അധികരിപ്പിച്ചിട്ട് സ്വലാത്ത് ചൊല്ലുക. ഓരോ നിമിഷത്തിലും നമ്മൾ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുന്ന ആളുകൾക്ക്
ലഭിക്കുന്ന 4ാമത്തെ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ദുനിയാവിലെ ജീവിതം ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതമായിരിക്കും അദ്ദേഹത്തിന് ദുനിയാവിലുണ്ടാവുക. ദുനിയാവിലെ ജീവിതത്തിൽ അദ്ദേഹം വിജയിയായി തീരും. ഇത് സ്വലാത്ത് അധികരിപ്പിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. 5ാമത്തെ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ തൻ്റെ മക്കളിൽ, തൻ്റെ സന്താനങ്ങളിൽ വലിയ ബറക്കത്ത് ഉണ്ടായിരിക്കും. ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളാണോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വലിയ ബറക്കത്ത് ഉണ്ടാവും. അതേപോലെ തന്നെ മക്കളിലും ഭാര്യയിലൊക്കെ വലിയ ബറക്കത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, കുട്ടികളൊക്കെ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുക. അപ്പോൾ എന്ത് ചെയ്യും? ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ട് അവർക്ക് നല്ല സ്വാലിഹീങ്ങളായിട്ടുള്ള മക്കളെ ലഭിക്കും. അതേപോലെ തന്നെ മക്കളുള്ള ആളുകൾ എന്ത് ചെയ്യുക? ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുക. അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും? നല്ല സ്വാലിഹീങ്ങളായിട്ടുള്ള മക്കളായിട്ട് മാറും. ആ കുട്ടികളിൽ വലിയ ബറക്കത്ത് ഉണ്ടാകും. ആ കുട്ടികൾ നമ്മുടെ കണ്ണിൻ്റെ കുളിർമയാകും. ഈ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനും നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ നാടിനൊക്കെ ഉപകാരമുള്ള മക്കളായിട്ട് അവർ മാറും. നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മളേറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന കുട്ടികളായിട്ട് അവർ മാറും, നമ്മൾ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണെങ്കിൽ. ഇനി 6ാമത്തെ അനുഗ്രഹം എന്താണെന്ന് നോക്കാം. നമ്മുടെ ജീവിത ഉപാധികളിൽ നമുക്ക് വലിയ എളുപ്പമായി തീരും. നമ്മുടെ റിസ്ക് വിശാലമായി തീരും എന്നുള്ളതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹം. നമ്മുടെ റിസ്ക് വിശാലമാവും, നല്ല സമ്പത്ത് ഉണ്ടാവും. ഇതൊക്കെ സ്വലാത്ത് അധികരിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന മറ്റൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ ദുനിയാവിലെ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു സുരക്ഷിതത്വം ഉണ്ടായിരിക്കും. നമുക്ക് പരീക്ഷണങ്ങൾ കുറവായിരിക്കും ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക്. എത്രത്തോളം എന്ന് വെച്ചാൽ അധികരിച്ച് സ്വലാത്ത് ചൊല്ലുന്ന ആളാണോ അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു മുള്ള് കുത്തുന്ന പരീക്ഷണം പോലും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. ഇത് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഇതുവരെ നമ്മൾ 7 അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ഉറപ്പായിട്ട് ലഭിക്കുന്ന 8ാമത്തെ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടുപ്പമായിരിക്കും. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഏറ്റവും അടുത്തവരായിരിക്കും നമ്മൾ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളോട് വലിയ ഇഷ്ടമായിരിക്കും. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ, അന്ത്യദിനത്തിൽ എന്നോട് ഏറ്റവും അടുത്തവർ എൻ്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളുകളായിരിക്കും. അപ്പോൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം അത് സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഇനി 9ാമത്തെ ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരുണയിലും അവൻ്റെ സംരക്ഷണതയിലുമായിരിക്കും ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ. എപ്പോഴും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കെയറിങ്ങിലായിരിക്കും. നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സാമീപ്യത്തിലാണ് നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരുണയിലും അവൻ്റെ കെയറിങ്ങിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഇത് ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഇനി ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ലഭിക്കുന്ന 10ാമത്തെ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ഉണ്ടാകും. അവർ തൃപ്തിപ്പെട്ട അടിമകളായിട്ട് മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും ഇഷ്ടവും സാമീപ്യവും ലഭിക്കുന്ന അടിമകളായിരിക്കും ആര്? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണ്. അപ്പോൾ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ലഭിക്കുന്ന 10 അനുഗ്രഹങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. 10 അനുഗ്രഹങ്ങൾ മാത്രമല്ല, ആയിരക്കണക്കിന് കാര്യങ്ങൾ നമുക്ക് എണ്ണി പറയാൻ പറ്റും. ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. നമ്മളെല്ലാവരും ഉറപ്പിക്കുക, നമ്മൾ എന്ത് ചെയ്യുക, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ സമയങ്ങളൊന്നും ഞാൻ എന്ത് ചെയ്യില്ല, വേസ്റ്റ് ആക്കൂല. ഞാൻ ആ സമയത്തൊക്കെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പിക്കുക. ഓരോ നിമിഷത്തിൽ നമുക്ക് എപ്പോഴൊക്കെ നമുക്ക് ഒഴിവ് സമയം കിട്ടുന്നോ അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അധികരിച്ചിട്ട് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം.
അങ്ങനെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളായിട്ട് നമ്മൾ മാറുക. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുടെ നാടായിട്ട് നമ്മുടെ നാട് മാറുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ നാടിന് പോലും വലിയ ബറക്കത്ത് ഉണ്ടായിരിക്കും. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള നോട്ടവും സ്നേഹമൊക്കെ നമുക്കും നമ്മുടെ നാട്ടുകാർക്കൊക്കെ കിട്ടും. നമ്മളെ നാട് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലുന്ന ആൾക്കാരുടെ നാടായിട്ട് മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ. അവിടുന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അവിടുത്തെ മേലെ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് തവണ സ്വപ്നത്തിലും ഓരോ നിമിഷം എന്ന രൂപത്തിലും ഉണർവിലും കാണാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഏറ്റവും അടുത്ത ആൾക്കാരായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ ബിജാഹി നബിയിൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.